ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? പക്ഷെ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിലും ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ്. ചേച്ചി, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടും കുടുംബത്തെ കഷ്ടകാലവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും തീരുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ വീഡിയോയ്ക്ക് ഇത് വിടുക. ഞങ്ങൾ വേറൊരു പുള്ളിയുടെ വീഡിയോ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു പട്ടി ഓടിച്ചിട്ട് കാണിച്ചു. അതെന്തിൻ്റെലും കഷ്ടകാലമാണോ, അല്ലെങ്കിൽ ആ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ ചേച്ചി, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അതിനുമുള്ള മറുപടി ഇപ്പം ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു 2-3 പേർ ഒന്നിച്ച് ഒരു കുടുംബത്തിലെ തന്നെ ആൾക്കാർ, അതായത് ചേട്ടൻ അനിയന്മാരുടെയൊക്കെ ഭാര്യമാരാണ്, അവർ കെട്ടി വന്നത് അങ്ങോട്ട്. അപ്പോൾ അവർ പറയുന്നു, അതിലൊരു പുള്ളിക്കാരി, ഒരു 3 പേരാണ് ചേട്ടൻ അനിയന്മാരുടെ ഭാര്യ, അതിലെ ഏറ്റവും ഇളയ പുള്ളിക്കാരൻ്റെ ഭാര്യ എന്നോടൊരു സംശയം ചോദിച്ചേക്കുന്നു. അവർ 3 പേരും കൂടെ വന്നിട്ടാകട്ടെ ചോദിച്ചേക്കുന്നത്, ചേച്ചി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണേലും എൻ്റെ കണ്ണിനെ കാണുള്ളൂ, എന്തിലേ പോയാലും പാമ്പിനെ കാണുന്നെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാമ്പിൻ്റെ ശല്യം കാരണം അവർ മണ്ണാറശാലയിൽ പോയി, അവർ മുസ്ലിം ഇതിൽ പെട്ടതാണ്. അപ്പം മണ്ണാറശാലയിൽ പോകുന്നവർ, അതായത് അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കളുടെ കയ്യിൽ അവിടുത്തെ വഴിപാടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് അമ്പലത്തിൽ പോകത്തില്ലല്ലോ, അവർ പോയിട്ടുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പം അത് കാരണം ഞങ്ങൾ പോയില്ല. അപ്പോൾ ആ പോകുന്നവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മണ്ണാർശാലയ്ക്ക് ഒരു നേർച്ച കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം ഒരു പ്രയോജനവും ഇല്ല ചേച്ചി, എന്താ ചേച്ചി ചെയ്യണ്ടേന്ന് ചോദിച്ചുകൊണ്ട് അവരുടെയും മെസ്സേജ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോണക്ക് തന്നെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളിങ്ങനെ നിങ്ങളൊക്കെ ഇടുന്ന ഓരോ വീഡിയോകളും കണ്ടിട്ട് അതേ രീതിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ഒരു പ്രയോജനമില്ല, ഒന്നിനൊന്നിനും ഓരോ കഷ്ടകാലവും കഷ്ടപ്പാടും കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ കാര്യം പറയാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പം പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഒന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. പക്ഷേങ്കിൽ നിങ്ങൾ അറിയാതെയൊക്കെ എപ്പോഴൊക്കെയോ നിങ്ങൾക്കൊരു ശാപം അല്ലെ ഒരു ദോഷം കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാ ഇതിലും അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. സർപ്പദോഷം എന്ന് പറയും. സർപ്പദോഷം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടാനായിട്ട് ഭയങ്കര താമസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ആ സർപ്പദോഷത്തിൻ്റേത് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് ഈ സർപ്പദോഷം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഭൂരിപക്ഷം ആൾക്കാർ പറയും. സർപ്പദോഷം എന്ന് പറയുമ്പോൾ ഈ പീരിയഡ്സൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോഴല്ലേ ഈ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തുണി കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കഴുകാതെയും പറക്കാതെയൊക്കെ എവിടെയെങ്കിലും കുപ്പയെ കൊണ്ട് കളയുക, എന്നുവെച്ചിട്ട് ഈ പാമ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇഴഞ്ഞ് എന്നിട്ട് അതേ മുട്ടുവായി എടുത്ത് കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്തെ വിശ്വാസമാണ്. അപ്പം തന്നെ ഈ പാമ്പിന് ഭയങ്കര ഐത്യമുള്ള, അത് തല തല്ലി ചാവും. അപ്പം അങ്ങനെ നമുക്ക് ദോഷം ഉണ്ടാകും, ഒരു വ്യക്തിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ദോഷം. അതുപോലെ തന്നെ പാമ്പുകൾ തമ്മിൽ ഇണ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പോയി ശല്യപ്പെടുത്തുക, അതിനെ തല്ലിക്കൊല്ലുക, അതൊക്കെ ഭയങ്കര ദോഷമാണ്. അത് കുടുംബത്തൊക്കെ ഉണ്ടല്ലോ 7 തലമുറയൊക്കെ അത് നിന്ന് പിടിക്കും. അതുപോലെ തന്നെ ആണുങ്ങൾ ഭാര്യമാർ ഗർഭിണിയായിരിക്കുമ്പം പാമ്പിനെ കൊല്ലുക, പാമ്പെന്നല്ല ഇഴജീവിനെയോ എന്ത് മൃഗത്തിനെ കൊന്നാലും അതൊരു ദോഷമായിട്ട് തന്നെ അവരുടെ കുടുംബത്തും അവരെ ചുറ്റിപ്പറ്റി നിൽക്കും. ചില പിള്ളേർ കണ്ടുകൊണ്ട്, സത്യമായിട്ട് എനിക്കറിയാവുന്ന നരിയമ്പാറയിലൊരു കൊച്ചിനെ എനിക്കറിയാവുന്ന, കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് ഏത് സമയം ഉണ്ടായപ്പം തൊട്ട് പാല് കുടിക്കണേലും ഇല്ലേലും എപ്പോഴും ഇങ്ങനെ നാക്കിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അതെന്ന് വെച്ചാൽ പലയിടത്തും ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു അതിനിങ്ങനെ ഇഴജീവി, ഇങ്ങനെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ ഇഴജീവിനെ കൊന്നതിൻ്റെ ആ ഒരു ദോഷം കൊണ്ടാണ്, സർപ്പദോഷമാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് ചികിത്സകളും കാര്യങ്ങളും ഒക്കെ എങ്ങോട്ട് ചെയ്ത് വെച്ചിട്ട് എപ്പോഴും കുഞ്ഞിൻ്റെ വായിൽ കൂടെ എല്ലാം ഇങ്ങനെ ഇള പോലെ ഒഴുകിക്കൊണ്ടിരും, വായി നാക്ക് കിടക്കത്തേയില്ല. അപ്പം അത് മറ്റൊരു അസുഖമോ കാര്യങ്ങളോ എന്ത് വായിക്കോട്ടെ, ഓരോരുത്തരും പറയുമ്പോൾ ഓരോ രീതിയിൽ പറയുന്നവരല്ലേ. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ പാമ്പിനെ കഴിവതും നമ്മൾ ഉപദ്രവിക്കാതെ വിടുക. ചേരയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല. കാണുമ്പം കുഞ്ഞുങ്ങളാണേലും നമ്മൾ വലിയവരാണേലും ഒന്ന് പേടിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഉപകാരിയാണ്. കണ്ട തവളേനെ എലീനെയൊക്കെ പിടിച്ചു നിന്ന് നമുക്ക്
ഉപകാരം മാത്രം ചെയ്യുന്ന. എന്നാൽ പോലും ചിലർ കണ്ടു കഴിയുമ്പോൾ അറിഞ്ഞാൻ പുറഞ്ഞാൻ തല്ലി കൊന്നിട്ടേ അടക്കം വരത്തുള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ സർപ്പദോഷം വലിയ ദോഷമാണ്. നമ്മൾ കുടുംബത്തിൽ എന്ത് നല്ല കാര്യം ചെയ്യാൻ വന്നാലും അത് നടത്തിക്കത്തില്ല. നെഗറ്റീവ് എനർജിയെ കഴിഞ്ഞ് വലിയൊരു പ്രശ്നമാണ് ഇത്, ഈ സർപ്പദോഷം എന്ന് പറയുന്നത്. ആ സർപ്പദോഷം മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ മാറുള്ളൂ. ചിലർ സർപ്പദോഷം പോകാൻ വേണ്ടി മണ്ണാറശാലയിൽ പോയി അവിടുത്തെ വഴിപാട് കാര്യങ്ങൾ നടത്തും. ചിലർ ഇപ്പോൾ സർപ്പദോഷം മാറാനായിട്ട് സർപ്പപ്പാട്ട് പാടിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളിലും സർപ്പക്കാവി ചെന്നേച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു, ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസ്, ചില ക്രിസ്ത്യൻസ് ഒന്നും അമ്പലത്തിൽ പോകാനോ ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റാനോ ഒന്നും അവർ പോകാറുമില്ല, മെനക്കെടാറുമില്ല. പക്ഷെ ക്രിസ്ത്യൻസിന് ഈ പാമ്പിൻ്റെ ദോഷം മാറുന്ന ഒരു പള്ളിയുണ്ട്. അതായത് അരീത്രപ്പള്ളിയിൽ പോയി ഈ ദോഷമുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരുടേതായ കർമ്മങ്ങളും വഴിപാടുകളും ചെയ്ത് അവർ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ ഹിന്ദുക്കളുടേതായ സർപ്പദോഷം മാറ്റുന്നതാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ നേരിട്ട് പോയി ഇത് മാറ്റാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 ദിവസത്തെ നോയമ്പെടുക്കണം. അല്ലാതെ 5 10 1 മാസമോ നോയമ്പൊന്നും എടുക്കണ്ട. ഈ സർപ്പദോഷം നിങ്ങളുടെ വീട്ടിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം കയറും നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് തല്ലി പൊട്ടിക്കാൻ തോന്നും, വായിക്ക് വരുന്ന ചീത്തയും തെറിയും പറയും. പിന്നെ എന്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നാലും നമുക്ക് അതൊന്നും തികയത്തില്ല. പിന്നെ അസുഖങ്ങളും രോഗങ്ങളും ആറ്റിട്ട നേരം കാണത്തില്ല. ഒരു മംഗളകർമ്മങ്ങളും നടക്കത്തില്ല. പിന്നെ എപ്പോഴും ഒന്നെങ്കിൽ ശരീരത്തിനെല്ലാം മുരിയുക, പക്ഷെ കാലിൻ്റെ ഉപ്പൂറ്റിയെല്ലാം ഇങ്ങനെ വിണ്ട് കീറുക, ശരീരത്തിന് പലവിധ ഈ ലക്ഷണങ്ങളും കാണിക്കും. ചിലരുടെ ശരീരമാണ് ഇങ്ങനെ പാമ്പ് പടം പൊഴിക്കുന്ന ഓണക്കിരിക്കും, ഇങ്ങനെ കുറേ കാര്യമുണ്ട്. ചിലർക്കാണ് എപ്പോഴും പരവേശം, എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്കുകൊണ്ട് പല 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 ലക്ഷണങ്ങളും ഉണ്ട്. ചിലർക്ക് എപ്പോഴും ഇതേ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ഇങ്ങനെ തലവെക്കിട്ട് താത്തുകല്ലേ, ഇങ്ങനെ അതുള്ള പല പല ലക്ഷണങ്ങളും ഇവർക്ക് ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മളെല്ലാം നെഗറ്റീവ് എനർജിയാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞങ്ങ് മാറ്റിക്കൊണ്ടുപോകും. പക്ഷെ അതൊന്നും വേണ്ട. നിങ്ങളൊരു കടയിൽ പോയി, അതായത് ഈ ചട്ടിയും കലവും ഒക്കെ വിൽക്കുന്ന, മൺചട്ടിയും കലവും വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഇത്രയും ഉള്ളൊരു കുഞ്ഞു കോപ്പ മേടിക്കുക. നിങ്ങൾക്കറിയാലോ മൺകോപ്പ, അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളൊരു 3 ദിവസത്തെ നോയമ്പെടുക്കുക. 3 ദിവസത്തെ മാത്രം നോയമ്പ് മതി. ആദ്യത്തെ ദിവസം മാത്രം 3 ദിവസത്തെ നോയമ്പെടുത്തേച്ചിട്ട് നിങ്ങൾ നല്ല ശുദ്ധമായിട്ടുള്ള എവിടെയെങ്കിലും വീടുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ മേടിക്കണം. ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ ഒന്ന് വഴക്കുണ്ടാക്കി കയറിയതാണ് എളിയിലെ. അതല്ല, മിൽമായി നിന്നാണെങ്കിൽ ആരെങ്കിലും ഒരു കർഷകൻ കൊണ്ടുവരുന്ന പാലിൻ്റെ അകത്തുനിന്ന് മേടിക്കുക. അത് മേടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് തിളപ്പിക്കുകയോ പിറക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു 3 ദിവസത്തെ നോയമ്പ് നോക്കിയിട്ട് 4ാമത്തെ ദിവസമാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് ചെയ്യണം, ഈ ദോഷമുള്ളവരെ. അതല്ലാതെ ഇടസമയത്തൊന്നും ചെയ്യരുത്, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. ആവശ്യം നിങ്ങളുടെയാണ്, അതുകൊണ്ടാകട്ടോ ഈ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കോപ്പയ്ക്കകത്തോട്ട് ആദ്യമേ നമ്മളൊരു കുറച്ച് പാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരത്തടോ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് പാലൊഴിക്കുക. എന്ന് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപഴം, അത് ഞാലിപ്പൂവമ്പഴം ഒരെണ്ണം വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഇലയിൽ ഒരു ശകലം മഞ്ഞൾപ്പൊടി, നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് അങ്ങാടിപ്പെട്ടി മേടിക്കാൻ കിട്ടും, ഇതും ഒരു ഞുള്ളു വയ്ക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 11 ദിവസം നിങ്ങളുടെ വീടിൻ്റെ അതായത് പടിഞ്ഞാറ് സൈഡും കന്നിമൂലയും കൂടെ വന്ന് ചേരുന്ന ഒരു ഭാഗം, അതായത് കന്നിമൂലയുടെ നേരെ വെക്കരുത്. കന്നിമൂല വിട്ടിട്ട് ഒരു 2 അടി മാറി ഇപ്പുറത്തോട്ട് വേണം ഇത് മാറ്റി ഇങ്ങനെ വെക്കുക. അത് ചെയ്യുന്നതിന് മുമ്പ് തലേദിവസമേ അവിടെ അടിച്ച് തളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടേക്കണം. ഇത് വെക്കുന്നതിൻ്റെ അന്ന് രാവിലെ ചെന്ന് തൂത്ത് അടിച്ച് തൂത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് അവിടെ വയ്ക്കാൻ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ വേണം നിങ്ങൾ ഈ 11 ദിവസവും നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ 11 ദിവസവും നിങ്ങൾ നോയമ്പ് പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയോ പിറക്കുകയോ ചെയ്യാം. രാത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് നിങ്ങൾ രാവിലെ ഏൽക്കുമ്പോഴത്തേനും ഒരു 6-7 മണിക്കൂറാകും. അപ്പം നിങ്ങളിത് കുളിച്ചിട്ട് വീണ്ടും ഇങ്ങനെ 11 ദിവസം ചെയ്യുക. ഇത് വെക്കുന്നതിന്
3 ദിവസം മുമ്പ് മാത്രം നിങ്ങൾ നോയമ്പ് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങളുടെ സർവ്വദോഷങ്ങളും മാറി നിങ്ങളുടെ എന്ത് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും ഉറപ്പായിട്ടും നടക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഈ ദോഷം മാറ്റിയിട്ട് വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം ടാറ്റാ ബൈ ബൈ, ഓക്കേ.